DIY റോബോട്ടിക്സിൽ നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് ആക്ച്വേറ്റർ. ആക്ച്വേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിന് മൂവ്മെൻറ്റ് കൊടുക്കുന്ന കമ്പോണൻറ്റ്. നമ്മുടെ സാധാരണ റോബോട്ട്സിന് മൂവ്മെൻറ്റ് കൊടുക്കുന്നത് DC മോട്ടോർ യൂസ് ചെയ്തിട്ടാണല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ DC മോട്ടറിനെ പറ്റിയായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് DC മോട്ടോർ? DC മോട്ടോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? DC മോട്ടറിനെ എങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്? ഒരു DC മോട്ടോർ വെച്ചിട്ട് എങ്ങനെ ഒരു DIY റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും? ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് DC മോട്ടോർ എന്താണെന്നും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ഐഡിയയും മാത്രമല്ല ഒരു DIY റോബോട്ട്, ഒരു DC മോട്ടോർ വെച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു DIY റോബോട്ട് എങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്നും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ഈ DC മോട്ടോർ? DC മോട്ടോർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ എനർജി, ഒരു 9 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ ഒരു DC അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്ന ഒരു കമ്പോണൻ്റാണ്. മെക്കാനിക്കൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ കേസിൽ ഒരു മൂവ്മെൻറ്റ്, ഒരു റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, അതായത് ഒരു ബാറ്ററിയുടെ ഇലക്ട്രിക്കൽ എനർജിയെ റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് DC മോട്ടോർ എന്ന് പറയുന്നത്. DC മോട്ടറിൻ്റെ DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു മോട്ടോർ ഓപ്പറേറ്റ് ചെയ്യുന്നത് DC വോൾട്ടേജിലായിരിക്കും. ഒരു DC മോട്ടോറിന് 2 ടെർമിനൽ ഉണ്ടാവും, ടെർമിനൽ A, ടെർമിനൽ B. നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ DC അഡാപ്റ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ ഒരു ടെർമിനലിലും കണക്ട് ചെയ്യും. ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ, ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ മോട്ടോറിൻ്റെ രണ്ടാമത്തെ ടെർമിനലിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടോർ ഇതിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു ചെറിയ കമ്പോണൻറ്റ് ഇലക്ട്രിക്കൽ എനർജിയെ റൊട്ടേഷണൽ എനർജിയായിട്ട് മാറ്റുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ടിപ്പിക്കൽ മോട്ടോർ, ഒരു ടിപ്പിക്കൽ DC മോട്ടോർ, ഒരു സിമ്പിളായിട്ടുള്ളൊരു DC മോട്ടോർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് 2 കമ്പോണൻസ്, 2 പാർട്സാണുള്ളത്. ഒന്ന് മൂവിങ് പാർട്ടായിട്ടുള്ള റോട്ടോർ എന്ന് പറയുന്നൊരു ഭാഗം, പിന്നെ നോൺ മൂവിങ് പാർട്ടായിട്ടുള്ള സ്റ്റേറ്റർ എന്ന് പറയുന്നൊരു ഭാഗം. ഈ റോട്ടോറിനകത്ത് ഒരുപാട് വൈൻഡിങ്സ് ഉണ്ടാവും. ഈ വൈൻഡിങ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഈ വൈൻഡിങ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വൈൻഡിങ്സ് ഉള്ളത്. സ്റ്റേറ്ററിനകത്ത് ഒന്നുകിൽ പെർമനൻറ്റ് മാഗ്നറ്റ്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാകും. നമ്മളൊരു വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതിന് എനർജൈസ് ചെയ്തിട്ട് ഒരു മാഗ്നറ്റ് ആവുന്ന, ഒരു സ്റ്റേഷനറി മാഗ്നറ്റ് ആവുന്ന ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും. നമ്മൾ മോട്ടറിൻ്റെ 2 ടെർമിനലിൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റേറ്ററിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിൻ്റെ റോട്ടറിലും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ടോട്ടൽ 2 മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ റോട്ടറിൻ്റെ നോർത്ത് പോൾ സ്റ്റേറ്ററിൻ്റെ നോർത്ത് പോളുമായിട്ട് പോയിൻ്റ് ചെയ്തിരിക്കും. പക്ഷെ നമുക്കറിയാമല്ലേ, സെയിം പോൾസാണ് അടുത്തടുത്ത് വരുന്നതെങ്കിൽ റിപ്പൽ ചെയ്യും. നോർത്ത് പോളിന് റിപ്പൽ ചെയ്യും, സൗത്ത് പോളിന് റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഈ റോട്ടറിൻ്റെ നോർത്ത് പോളും സ്റ്റേറ്ററിൻ്റെ നോർത്ത് പോളും അടുത്തടുത്ത് വരുന്ന സമയത്ത് ഇത് റിപ്പൽ ചെയ്യും, പുഷ് ചെയ്യുന്ന സമയത്ത് റോട്ടറാണ് മൂവിങ് പാർട്ടല്ലേ, അതുകൊണ്ട് റോട്ടർ പതുക്കെ കറങ്ങാൻ തുടങ്ങും. പക്ഷേ ഒരു മോട്ടറിനകത്ത് റോട്ടർ അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. എന്താണെന്ന് വെച്ചാൽ ഈ റോട്ടറിൻ്റെ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടെർമിനൽ മാറും. എന്ന് വെച്ചാൽ ഈ ഒരു റോട്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പൊളാരിറ്റി മാറും. എന്ന് വെച്ചാൽ നേരത്തെ നോർത്ത് പോൾ ആയിരുന്നിടം സൗത്ത് പോൾ ആകും, നേരത്തെ സൗത്ത് പോൾ ആയിരുന്നിടം നോർത്ത് പോൾ ആകും. അപ്പോൾ റോട്ടറിൻ്റെ നോർത്ത് പോൾ സ്റ്റേറ്ററിൻ്റെ സൗത്ത് പോളിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, ഹാഫ് റൊട്ടേഷൻ ആവുന്ന സമയത്ത് ഇതിൻ്റെ പോൾസ് സ്വിച്ച് ചെയ്യും. അതായത് സൗത്ത് പോൾ നോർത്ത് പോളും ആവും, നോർത്ത് പോൾ സൗത്ത് പോളും ആവും. അപ്പോൾ സ്റ്റേറ്ററിൻ്റെ സൗത്ത് പോൾ റോട്ടറിൻ്റെ സൗത്ത് പോളിനെ ഫേസ് ചെയ്യും അല്ലേ. അങ്ങനെ വരുന്ന സമയത്ത് ഇത് പിന്നെയും റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ റൊട്ടേഷണൽ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യും. ഇത് ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഈ ഒരു റോട്ടറിനെ നമ്മളൊരു ഷാഫ്റ്റിൽ കണക്ട് ചെയ്യും. ഈ ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുക, റോട്ടർ കറങ്ങുന്നതിനനുസരിച്ച് ഷാഫ്റ്റും കറങ്ങും. ഈ ഷാഫ്റ്റിലായിരിക്കും നമ്മൾ റോബോട്ടിൻ്റെ വീൽസ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ റോബോട്ടിൻ്റെ വീൽസിനെ DC മോട്ടോർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ മോട്ടോറിൻ്റെ ടെർമിനലുണ്ട്, മോട്ടോറിന് 2 ടെർമിനലുണ്ട്, ബാറ്ററിക്ക് 2 ടെർമിനലുണ്ട്. ഇപ്പോൾ ഈ മോട്ടോറിൻ്റെ ടെർമിനൽ നമ്മൾ തിരിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും?
ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. നമുക്ക് ബാറ്ററിയിൽ 2 ടെർമിനലുണ്ട്, പോസിറ്റീവ് ടെർമിനലുണ്ട്, നെഗറ്റീവ് ടെർമിനലുണ്ട്. മോട്ടോറിനും 2 ടെർമിനലുണ്ട്, ടെർമിനൽ എ ഉണ്ട്, ടെർമിനൽ ബി ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ടെർമിനൽ എയിലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ മോട്ടോറിൻ്റെ ടെർമിനൽ ബിയിലും കണക്ട് ചെയ്യുന്ന സമയത്ത് മോട്ടോർ ക്ലോക്ക് വൈസ് കറങ്ങുമെങ്കിൽ മോട്ടോറിൻ്റെ ടെർമിനൽ ബി ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ ടെർമിനൽ എയിലും മോട്ടോറിൻ്റെ ടെർമിനൽ എയിലും കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതെ, നിങ്ങൾ ഗസ് ചെയ്ത പോലെ തന്നെ മോട്ടോർ തിരിച്ച് കറങ്ങും, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. ഇത് ശരിക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റോബോട്ടിൽ വീൽസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡയറക്ഷൻ മാത്രം കറങ്ങിയാൽ പോരല്ലേ, ചിലപ്പോൾ റിവേഴ്സായിട്ട് കറങ്ങേണ്ടി വരും. റോബോട്ടിന് ഫ്രണ്ടിലോട്ട് പോകേണ്ടി വരും, ബാക്കിലോട്ട് പോകേണ്ടി വരും, സൈഡിലോട്ടും പോകേണ്ടി വരും. അതുകൊണ്ട് ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ എപ്പോഴും നമ്മൾ റോബോട്ടിനെ നിർത്തി, മൂവ്മെൻറ്റ് നിർത്തി കണക്ഷൻ ഫിസിക്കലി മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിൽ നമ്മുടെ മോട്ടോറിൻ്റെ 2 ടെർമിനൽ വരുന്ന വോൾട്ടേജിൻ്റെ പൊളാരിറ്റി മാറ്റാൻ വേണ്ടിയിട്ട്, പോസിറ്റീവ് നെഗറ്റീവ് ആക്കാനും നെഗറ്റീവ് പോസിറ്റീവ് ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സർക്യൂട്ട്സ് യൂസ് ചെയ്യും. സാധാരണഗതിയിൽ DIY റോബോട്ടിക്സിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ് എച്ച് ബ്രിഡ്ജ് സർക്യൂട്ട്. ഇതിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സർക്യൂട്ട് എച്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് എച്ച് ബ്രിഡ്ജ് സർക്യൂട്ട്. ഈ സർക്യൂട്ട് കാണുന്ന പോലെ ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ഒരു സിമ്പിൾ എച്ച് ബ്രിഡ്ജ് സർക്യൂട്ടാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 4 സ്വിച്ചസ് ഉണ്ട്, S1, S1', S2, S2'. പിന്നെ മുകളിൽ എനേബിൾ എന്ന് പറയുന്ന ഒരു സ്വിച്ചും കൂടെ ഉണ്ട്, അതും നമുക്ക് യൂസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് S1ഉം S2ഉമാണ് നമ്മുടെ കൺട്രോളിലുള്ള 2 സ്വിച്ച് എന്ന് പറയുന്നത്. S1ൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും S1', അതുപോലെ S2ൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും S2'. എന്ന് വെച്ചാൽ S1 1 ആണെങ്കിൽ S1' 0യും S1 0 ആണെങ്കിൽ S1' 1ഉം ആയിരിക്കും. അതുപോലെ തന്നെ S2ഉം S2'ഉം കോംപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ നടുക്കായിട്ട് നമ്മളൊരു DC മോട്ടറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മുഴുവൻ സർക്യൂട്ടിനെയും പവർ ചെയ്യുന്നത് ഒരു 9 വോൾട്ട് ബാറ്ററിയാണ്. ഇനി നമുക്കൊരു സെനറിയോസ് നോക്കാം. ആദ്യം S1 ക്ലോസ് ചെയ്തിട്ട് S2 ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, S1 ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും S1' ഓപ്പൺ ആയിരിക്കും, കാരണം രണ്ടും ഓപ്പോസിറ്റാണ്, കോംപ്ലിമെൻ്റ് ആണല്ലേ. അതുപോലെ തന്നെ S2 ഓപ്പൺ ആവുന്ന സമയത്ത് S2' ക്ലോസ് ആയിരിക്കും, കാരണം ഓപ്പോസിറ്റാണ്. ഇപ്പോൾ കറണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ വഴി എനേബിൾ സ്വിച്ച് വഴി സ്വിച്ച് S1 വഴി മോട്ടോറിൻ്റെ ടെർമിനൽ എ വഴി ടെർമിനൽ ബിയിൽ കൂടെ എക്സിറ്റ് ചെയ്ത് S2' വഴി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. S1'ഉം S2ഉം ഓപ്പൺ ആയതുകൊണ്ട് അതുവഴി കറണ്ട് പോകുന്നില്ല. സോ ടെർമിനൽ എയിൽ പോസിറ്റീവും ടെർമിനൽ ബിയിൽ നെഗറ്റീവുമായി അല്ലേ. അപ്പോൾ മോട്ടോർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറങ്ങുന്നു. ഇനി നമുക്ക് അടുത്ത കേസ് നോക്കാം. സ്വിച്ച് S1 ഓപ്പൺ ആക്കുകയും സ്വിച്ച് S2 ക്ലോസ് ആക്കുകയും ചെയ്യാം. സ്വിച്ച് S1 ഓപ്പൺ ആവുന്ന സമയത്ത് S1' ക്ലോസ് ആയിരിക്കും, കാരണം ഓപ്പോസിറ്റ് ആണല്ലേ. അതുപോലെ തന്നെ സ്വിച്ച് S2 ക്ലോസ് ആവുന്ന സമയത്ത് S2' ഓപ്പൺ ആയിരിക്കും, അതും സെയിം റീസൺ, ഓപ്പോസിറ്റ് ആണ്. ഈ സമയത്ത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ വഴി എനേബിൾ പിന്ന് വഴി സ്വിച്ച് S2 വഴി ടെർമിനൽ ബിയിൽ കൂടെ കയറി, മോട്ടറിൻ്റെ ടെർമിനൽ ബിയിൽ കൂടെ കയറി ടെർമിനൽ എയിലൂടെ ഇറങ്ങി S1' വഴി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ടെർമിനൽ ബിയിൽ പോസിറ്റീവും ടെർമിനൽ എയിൽ നെഗറ്റീവുമായല്ലേ. അപ്പോൾ എന്ത് പറ്റും? പൊളാരിറ്റി എക്സാക്ട്ലി ഓപ്പോസിറ്റായി. ഈ സമയത്ത് മോട്ടോർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് ജസ്റ്റ് സ്വിച്ചിൻ്റെ വാല്യൂ മാറ്റിയിട്ട് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ മാറ്റി. ഇനി അടുത്ത കേസ് S1 S2 ഓപ്പൺ ആവുന്ന സമയത്ത് S1'ഉം S2'ഉം ക്ലോസ് ആയിരിക്കും. പക്ഷേ സർക്യൂട്ട് ഓപ്പൺ ആണ്, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ മോട്ടോർ കറങ്ങത്തില്ല. സെയിം അവസ്ഥ തന്നെയാണ് S1ഉം S2ഉം ക്ലോസ് ആവുന്ന സമയത്ത് S1'ഉം S2'ഉം ഓപ്പൺ ആവും. അപ്പോഴും ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. സോ മോട്ടോർ കറങ്ങത്തില്ല. സോ ഫസ്റ്റ് 2 കേസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു റോബോട്ടിൻ്റെ വീൽസ് അല്ലെങ്കിൽ മോട്ടോഴ്സ് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കുന്നത്. ഇനി ഈ DC മോട്ടോർ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ട്രാക്ട് റോബോട്ട്സ് അല്ലെങ്കിൽ വീൽഡ് റോബോട്ട്സിൻ്റെ വീൽസ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ നമ്മൾ മ്യൂസിയത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലുള്ള പ്ലാനറ്റോറിയത്തിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരുപാട് ആനിമട്രോണിക്സ് ഓബ്ജക്ട്സ് ഉണ്ടാകും അല്ലേ, മൂവ് ചെയ്യുന്ന ഓബ്ജക്ട്സ് ഉണ്ടാകും, ലൈഫ് ലൈക്ക് മൂവ്മെൻറ്റ്സ് വരുന്ന ഓബ്ജക്ട്സ് ഉണ്ടാകും. ഇതിൻ്റെയൊക്കെ ജോയിൻസ് ഡ്രൈവ് ചെയ്യുന്നത് ഡി സി മോട്ടറും സെർവോ മോട്ടോഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ ഹോം ഓട്ടോമേഷൻ സിസ്റ്റംസ്, ഈ ഒരു കർട്ടൻ, നമ്മുടെ വിൻഡോയുടെ കർട്ടനൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി സി മോട്ടോഴ്സ് ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പെറ്റ് ഫീഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഓട്ടോമാറ്റിക്കായിട്ട് പെറ്റ്സിന് ഫുഡ് കൊടുക്കുന്ന മെഷീൻസാണ് പെറ്റ് ഫീഡേഴ്സ്. അതിൻ്റെ ഫുഡ് വരുന്ന ആ ഒരു വാൽവിനെ കൺട്രോൾ ചെയ്യുന്നത് ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഫാക്ടറീസൊക്കെ നോക്കുകയാണെങ്കിൽ, അതുപോലെ എയർപോർട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ കൺവെയർ ബെൽറ്റ്സ് ഉണ്ടാവും അല്ലേ. ഈ കൺവെയർ ബെൽറ്റ്സും നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഡി സി മോട്ടോഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഡി സി മോട്ടോർ മാത്രമല്ല വേറെയും മോട്ടോഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിന് ഡി സി മോട്ടോഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഫൺ പാർട്ട്. നമ്മൾ ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, നമ്മൾ ഇത്രയും നേരം പഠിച്ച സംഭവങ്ങളെല്ലാം വെച്ചിട്ട് നമ്മളൊരു DIY റോബോട്ടിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.